ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2412. ഇന്ന് ഓഗസ്റ്റ് മാസം 8-ാം തീയതി ഈ ആണ്ടിലെ 220-ാമത്തെ ദിവസത്തിലെത്തി. ക്രിസ്തുവേശു പഠിപ്പിച്ച ഏറ്റവും വലിയ പാഠം, ഉപദേശം, നിർദ്ദേശം നൽകുക എന്നത് ആണെന്ന് ഇന്നലെ നമ്മൾ കണ്ടായിരുന്നു. അമ്മയോർമ്മകളിലൂടെ കടന്നു പോകുമ്പോൾ പരിശുദ്ധ ദൈവമാതാവ് മാത്രമല്ല, ഭൂമിയിലെ എല്ലാ നല്ല അമ്മമാരും നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരണ്ടേ? അതെ, ഏതൊരു പുരുഷന്റെയും ഉള്ളില് ഒരു നല്ല അമ്മ രൂപപ്പെടണ്ടേ? ഒരു വീട് നിലനിൽക്കാൻ വേണ്ടി ഓരോ അമ്മമാരും, ഓരോ നല്ല അമ്മമാരും അവരെ തന്നെ എങ്ങനെയാണ് ഉപാധികളൊന്നും കൂടാതെ നൽകിക്കൊണ്ടേയിരിക്കുന്നത്. നൽകുക എന്നത് പണവുമായി ബന്ധപ്പെട്ട് മാത്രം വായിച്ചും വ്യാഖ്യാനിച്ചും നമ്മൾ തെറ്റിദ്ധരിക്കപ്പെട്ടവരാണ്. നൽകുന്നതിനകത്ത് ഒരുപക്ഷെ ഒടുവിലത്തെ ഒരു ഇനം മാത്രമാകാം പണം. ആദ്യത്തേതൊക്കെ എന്താവും? സാന്നിധ്യം തന്നെ ആയിരിക്കാം. ഒരു ചെറിയ ഉദാഹരണത്തിന്, ഒരു മരണം നടന്ന വീടെടുക്കുക. അത്തരമൊരു അനുഭവം വീട്ടിലുണ്ടാവുമ്പോഴാണ് മനുഷ്യന്റെ സാന്നിധ്യത്തിന് എത്രമാത്രം പ്രാധാന്യമുണ്ടെന്നൊക്കെ നമുക്ക് വെളിപ്പെട്ട് കിട്ടുക. മനുഷ്യർ അവരുടെ ജോലിയും വീട്ടുകാര്യങ്ങളും തിരക്കുകളും ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് വളരെ ദൂരത്തു നിന്ന് ഏറെ ക്ലേശങ്ങളിലൂടെ സഞ്ചരിച്ച് ഈ മരിച്ചവരുടെ വീട്ടുമുറ്റത്തെ പന്തലിന്റെ ഏതെങ്കിലും ഒരു കോണില് ചാരി ഇരിപ്പുണ്ട്. ഏതെങ്കിലും മരച്ചുവട്ടിൽ ഇരിപ്പുണ്ട്. ഒരു മനുഷ്യന് സാന്ത്വനം നൽകാൻ വേറൊരു മനുഷ്യന്റെ സാന്നിധ്യത്തിന് മാത്രമേ പറ്റൂ. അവൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണത്തിനും, അവൻ കൊണ്ടാടുന്ന ഒരു ആഡംബരത്തിനും വേറൊരു മനുഷ്യന് സാന്ത്വനം കൊടുക്കാൻ പറ്റില്ല. ഏറ്റവും കുറഞ്ഞതൊരു മാനുഷിക സാന്നിധ്യത്തിന് മാത്രമേ പറ്റൂ. എത്ര ഭംഗിയായും നിശബ്ദരായുമാണ് ഈ ഗ്രാമീണ മനുഷ്യർ തങ്ങളുടെ പരിസരങ്ങൾക്ക് തങ്ങളെ തന്നെ നൽകുന്നത്. നമ്മൾ ഇതുവരെ അത് കണ്ടിട്ടില്ല, ശ്രദ്ധിച്ചിട്ടില്ല. നമ്മളിങ്ങനെ ഹാജര് വെക്കാൻ എന്നോണം ഒരു വഴിപാട് കഴിക്കുകയാണെന്ന ഭാവത്തിൽ ചെല്ലുകയും അവിടെ ഒരു നിമിഷം നിന്ന് അതിലും വേഗത്തിൽ മടങ്ങുകയും ചെയ്യുന്നവരാണ്. തങ്ങളെ തന്നെ നൽകാനായിട്ട് ഏറ്റവും നല്ല വഴി അവനവന്റെ സാന്നിധ്യത്തെ ആർക്കെങ്കിലുമൊക്കെ കൊടുക്കുക എന്നുള്ളതാണ്. മരിച്ചയാളെ കുളിപ്പിക്കാൻ എത്തുന്നവർ, രാത്രി മുഴുവൻ ഉറക്കമില്ലാതെ പാട്ടുകളും പ്രാർത്ഥനകളും സങ്കീർത്തനങ്ങളും ചൊല്ലുന്നവർ, ഓരോ കാര്യങ്ങൾക്ക് അറിയിപ്പുമായി പോകുന്നവർ. ആലോചിച്ചു നോക്കിക്കേ, ഓരോ ആളുകളും ഏതെല്ലാം വിധത്തിലാണ് തങ്ങളെ തന്നെ നൽകിക്കൊണ്ടേയിരിക്കുന്നത്. ഇത് അവനവനിലെ നൽകലിന്റെ ആ ഉദാരതയുടെ മൂല്യമാണ് പുറത്തു വരുന്നത്. അപ്പോഴാണ് നമ്മൾക്ക് മനുഷ്യനായിരിക്കുന്നതിനകത്ത് കുറെയൊക്കെ അഭിമാനം തോന്നുക. പ്രാർത്ഥിക്കണം കുറെ കൂടെ നല്ലൊരു മനുഷ്യനായി മാറാൻ വേണ്ടി, ഞാനും ഒരുപക്ഷെ നമ്മൾ ഓരോരുത്തരും. ആമേൻ.